നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മാവന്റെ മകളെ സ്വന്താക്കി അത് വെച്ച് അമ്മാവന്റെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കി ജീവിതം അങ്ങ് ആഘോഷാക്കാന്ന് ഞാൻ സ്വപ്നം കണ്ടുപോയി. എന്നാ ഇവിടെ നടക്കുന്നതോ നേരെ തിരിച്ചു. ഇറ്റ്സ് ബോറിംഗ് അമ്മേ. പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡീബാറുമായി തിരിച്ചു വന്നു. ഇനി അങ്ങോട്ട് തിരിച്ചു പോയിട്ട് എന്തിനാ മോനെ? എന്റെ ബാങ്ക് ബാലൻസ് നിന്നും കുറച്ച് കാശ് തീർക്കാനോ? ഇവിടെ നിന്നിട്ട് എന്താ അമ്മേ പ്രയോജനം? വീഡിയോ കാണിച്ച് അമ്മാവന്റെ മനസ്സ് മാറ്റി കല്യാണം മുടക്കാൻ നോക്കി. നടന്നോ? സാരി മാറ്റിയ ഡ്രസ്സ് വെച്ച് അശ്വിന്റെ മനസ്സ് മാറ്റാൻ നോക്കി. നടന്നോ? തോറ്റുപോയെന്നൊരു ഫീല്. തോറ്റുപോയിന്നല്ലേ? എടാ, നിനക്ക് ക്ഷമ തീരെയില്ല. ആവശ്യമുള്ളപ്പോ വേണ്ട സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് സാധനങ്ങൾ ഡെലിവറി ആകുന്ന പോലെ അല്ല കാര്യങ്ങൾ. നിങ്ങള് ന്യൂജൻ പിള്ളേർക്കേ അല്ലെങ്കിലും ക്ഷമ ഇത്തിരി കുറവാ. അതെനിക്കറിയാം. അമ്മയ്ക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മ ഇവിടെ കൂളായിട്ടിരുന്നോ? അവൾ അവിടെ നിന്ന് എക്സാമിന് പ്രിപ്പയർ ആവുക. അവളെന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ട. അവൾ എക്സാമിൽ ജയിക്കും. ആണോ? എങ്കിൽ അവൾ നാളെ എക്സാം എഴുതില്ല. അത് ഈ അംബിക മനസ്സിൽ ഉറപ്പിച്ച കാര്യമാ. അമ്മേ, എങ്ങനെ? ഇതാരാ ഈ സമയത്ത്? ഹലോ ഋതിക മാഡം. ഹലോ മിസ്റ്റർ കല്യാണരാമൻ, ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് ഓർത്തിരിക്കായിരുന്നു. അപ്പോ മാഡം മനസ്സിൽ ഓർത്തപ്പോ തന്നെ ഞാൻ വിളിച്ചല്ലേ? ഈ രാജുനപ്പോ 100 ആയുസ. അതെ അതെ, സമ്മതിച്ചു. അല്ല, എന്ത് ചെയ്യാ? പഠിക്കണോ അതോ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണോ? ഉറങ്ങാനോ? അതും നാളെ എക്സാം ആയിട്ട്? ഞാൻ പഠിക്കായിരുന്നു. ഗുഡ്. എന്റെ സ്റ്റുഡന്റിനോർത്ത് ഞാൻ അഭിമാനിക്കുന്നു. അല്ല, എന്തിനാ മാഡം എന്നെ വിളിക്കണമെന്ന് വിചാരിച്ചത്? അതെ, എനിക്കൊരു ഡൗട്ട്. ഈ കോഴിയാണോ ആദ്യം ഉണ്ടായത് അതോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? എക്സാം ആയിട്ട് ഇങ്ങനെയുള്ള വിളച്ചിൽ ആലോചിച്ചോണ്ടിരുന്നാലേ എക്സാം കഴിയുമ്പോ കിട്ടും ഒരു വലിയ ആനമുട്ട. മര്യാദക്കിരുന്ന് പഠിക്കാൻ നോക്കരുത് മാഡം. ഇരുന്ന് പഠിച്ചു പഠിച്ച് എന്റെ തല പെരുത്തു. അപ്പൊ എനിക്ക് തോന്നി രാജുവിനെ വിളിച്ച് ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യണോന്ന്. മാഡത്തിന് ഇറിറ്റേറ്റ് ആക്കാനേ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. അവിടെ അപ്പൂല്ലേ? ആ അംബിക മാഡവും ദീപക്കും ഇല്ലേ? എന്ത് ചെയ്യാനാ രാജു? ഒരു പ്രശ്നം വന്നാലും സന്തോഷം വന്നാലും ആദ്യം നിന്റെ മുഖമല്ലേ എന്റെ മനസ്സിലേക്ക് വരൂ. അതങ്ങ് ശീലമായി പോയതുകൊണ്ടാ. അയ്യോ, മാഡം ഇങ്ങനെ പുകഴ്ത്തല്ലേ. പുകഴ്ത്തല് കേട്ടാലേ എനിക്ക് ചിലപ്പോ നാണം വരും. അയ്യോ രാജു, വേണ്ട. അത് കാണാനുള്ള ത്രാണി എനിക്കില്ല. ഓ, എനിക്കേ 5th ചാപ്റ്ററിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഡൗട്ട്സ് എന്താന്ന് വെച്ചാ ചോദിക്കും മാഡം. ഉത്തരം ഞാനേ പടാന്ന് പറയാം. പടാന്ന് പറഞ്ഞ പോരാ, ഡൗട്ട്സ് ക്ലിയർ ചെയ്തതാ. ചോദിക്കുന്നേ. കഴിഞ്ഞ മാഡം? കഴിഞ്ഞു. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയല്ലോ അല്ലേ? എങ്കിൽ രാജു കോള് കട്ട് ചെയ്തോ. ഒന്നൂടെ ഞാൻ എല്ലാ ചാപ്റ്ററും ഒന്ന് വായിച്ചു നോക്കട്ടെ. ഇടയ്ക്ക് എന്ത് ഡൗട്ട് വന്നാലും വിളിച്ചു ചോദിക്കണം കേട്ടോ. അപ്പോ രാജുന് ഇറങ്ങണ്ടേ? അതൊന്നും സാരമില്ല. മാഡം പഠിച്ചു കഴിയുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ബൈ മാഡം. അമ്മേ, എന്താ മേഡം അടുത്ത ഡൗട്ട്? ഞാൻ പഠിച്ചു തീരുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാവൂന്ന് സാറ് പറഞ്ഞിരുന്നതല്ലേ?
ഉണ്ടോ അതോ ഉറങ്ങിയോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ഇപ്പൊ ബോധ്യായല്ലോ. ഓ, ബോധ്യമായേ. എങ്കിലേ മാഡം പഠിച്ചു കഴിഞ്ഞെങ്കിൽ പോയി കിടന്ന് ഉറങ്ങ്. സമയം ഒരുപാട് വൈകി. ശരി സർ, എങ്കിൽ ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് നൈറ്റ് മാഡം. മോളെ അപ്പു, അപ്പു. ആ ആ, എന്തോ കാര്യമായ പൂജയാണെന്ന് തോന്നുന്നു. എന്താ കാര്യം? ഇന്ന് ഋതുമോളുടെ സപ്ലിമെന്ററി എക്സാം അല്ലേ? ഋതുമോള് പാസ്സാവാനായിട്ട് രാവിലെ തന്നെ പൂജ നടത്തി. ആണോ? അമ്മ ആരതി തന്നപ്പോ ഞാൻ മനസ്സിൽ അതേ കാര്യം പ്രാർത്ഥിച്ചത്. ചേച്ചി എക്സാമിന് ജയിക്കോ അമ്മേ? എനിക്ക് ഉറപ്പാ. ചേച്ചി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എക്സാമിന് ഋതുമോള് ജയിച്ച പ്രതാപേട്ടന്റെ ദേഷ്യം മാറുന്ന എനിക്ക് തോന്നുന്നത്. ആഗ്രഹമൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഈ വീട്ടിൽ എന്റെ അമ്മയുണ്ട്, അംബിക വർമ്മ. അമ്മയുടെ ഉള്ളത്രയും കാലം നിങ്ങളുടെ ഒന്നും മനസ്സിലിരിപ്പ് നടക്കാൻ പോകുന്നില്ല. അല്ല, അമ്മ ഇതെവിടെ? രാജു, എക്സാമിന് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി അച്ഛന്റെ അനുഗ്രഹം കൂടി കിട്ടിയ ഞാൻ ഫുൾ കോൺഫിഡന്റ് ആവും. ദേ മാഡം, പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. ഇനിയിപ്പോ അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞേ എന്നെ ടെൻഷൻ ആക്കല്ലേ. ആ, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ അച്ഛൻ എന്നോട് ദേഷ്യത്തില. അച്ഛന്റെ അടുത്ത് ചെന്ന് നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല. അവൾ ഒരുങ്ങിക്കെട്ടി ഇറങ്ങി. ഈ അമ്മ ഇതെവിടെ പോയിരിക്കുക? മോളെ ഒരു മിനിറ്റ്. മോൾ എക്സാം നന്നായിട്ട് എഴുതാൻ ചെറിയമ്മ പൂജ നടത്തിയതാ. പ്രാർത്ഥിച്ചോളൂ. മാഡം, ഇത് നോക്കിയേ, വർമ്മ സാറ്. ഋതിക മാഡം, എന്തൊരു അശ്രദ്ധയാ മാഡത്തിന്. എന്തു പറ്റി? ബാഗിൽ പേനയില്ലല്ലോ. പേന ഇല്ലാതാണോ എക്സാം എഴുതാൻ പോകുന്നത്? പേന ഞാൻ എടുത്ത് വച്ചതാണല്ലോ. ആ, പിന്നെ ഇനി വാദിക്കണ്ട. പേന മറന്നുപോയതാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? തിരിച്ചുപോയി പേന എടുത്തല്ലോ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയിട്ട് കാല് പിന്നിലോട്ട് വെക്കുന്ന ഐശ്വര്യല്ല. ആ, എന്നാ വർമ്മ സാറേ, സാറിന്റെ പേന ഒന്ന് കൊടുത്തേക്കാവോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.